നരകം അതിൻ്റെ അടിഭാഗമെല്ലാം ഈയമാ, സുഹൃത്തുക്കളെ അതിനുള്ള മേൽപ്പുര ചെമ്പുമാ. കിബിരിത്തിനാലാ ഭിത്തികൾ അതിനുള്ളത്, ദുററുൽ ഹിസാൻ 21 ഉണ്ടിത്. നരകത്തെ മഹ്ശറിൽ കൊണ്ടുവരണം എന്ന് ജിബ്രീലിനോടായി റബ്ബ് പറയും അന്ന്. ജിബ്രീൽ വിവരം മാലിക്കെന്ന മലക്കിനെ ധരിപ്പിക്കും. അപ്പോൾ മാലിക്കും നരകത്തിനെ വിളിക്കുന്നതായി, നരകമേ നീ ഇന്ന് ഉടൻ തൻ്റെ മഹ്ശറിലേക്ക് പോകണമെന്ന്. അപ്പോൾ മതച്ച് പതച്ചും ഉണ്ടലറുന്നതാ, അത് കേട്ട് കൽബുകൾ സോദരാ വിറക്കുന്നതാ. ഗർഭിണികളെന്നുണ്ടെങ്കിൽ അവരറിയാതെ പ്രസവിച്ച് പോകും മാസവും തികയാതെ. ഖുർആൻ ശരീഫ് ഇത് വ്യക്തമായി പറയുന്നതാ. ഹജ്ജിൻ്റെ ആദ്യം തന്നെ റബ്ബുണർത്തുന്നതാ. അവരാദ്യം അട്ടഹാസം ഇട്ടതായി കരയുന്നതാ, പിന്നീട് കൂറ്റുമടച്ചതായി. ഇത് കഴുത കരയും പോലെയാണെന്നാണ് നബിവചനമിൽ നീ നോക്കി വ്യക്തവുമാണ്. കൂടാതെ ഹൂദിൽ നോക്കി സൂചനയുള്ളതാ, തഫ്സീർ സാവിയിൽ വിശദമായി പറയുന്നതാ. സംസാരിക്കാതെ കിടക്കുവിൻ മിണ്ടാതെ എന്നുള്ളൊരാജ്ഞ ശ്രവിച്ചിടും വല്ലാതെ. പിന്നീട് പട്ടികൾ പോലവർ കുരക്കുന്നതാ, സംസാരമേ ഇല്ലാതതിൽ കഴിയുന്നതാ. ഇത് സ്വാമിയിൽ നീ നോക്കിയാൽ കാണുന്നതാ. 96 പേജ് 3 വന്നതാ. കൂടാതെ കണ്ണിന് കാഴ്ചയും അവർക്കില്ല, അതുപോലെ കേൾവിയും സോദരാ ചെവിക്കില്ല. ദഖായിഖുൽ അഖ്ബാർ നോക്കതിലുണ്ടിത്. 34 പേജിലാ പറയുന്നത്. വിശ്വാസമില്ലാതായി ഭവിച്ചാൽ മരണവും, നഊദു ബില്ലാഹ് നരകമായി സ്ഥിരമാസവും, നഊദു ബില്ലാഹ് നരകമായി സ്ഥിരഭവനവും. ഈ ലോകത്തുള്ള ഹസാത്ത് കുല്ലിൻ്റെ എണ്ണമിൽ വസിക്കുന്നതാണ് നിങ്ങൾ ഈ തീ കുണ്ടതിൽ. ഇത് നരകവാസികളോട് ഉണർത്തുന്നെങ്കിലേ സന്തോഷം അവർക്കുണ്ടാകുമെന്ന് ഹദീസിലേ.